സാധനം അങ്ങോട്ട് കിട്ടണ്ടല്ലോ. കറക്റ്റ് തെന്നിപ്പോ ഇവിടെ തൊട്ടിട്ട് ഹായ് അനാർക്കലി ടീച്ചർ. അളിയനുള്ള പണിതാ പറഞ്ഞു. ടീച്ചറെ ഗുഡ് ആഫ്റ്റർനൂൺ, ഗുഡ് മോർണിംഗ്, ഗുഡ് ഈവനിങ്. ഗുഡ് ആഫ്റ്റർനൂൺ. ഗുഡ് ആഫ്റ്റർനൂൺ. എന്താ ടീച്ചർ ഈ വഴിക്കൊക്കെ? അല്ല, ഞാന് ചുമ്മാ ഇറങ്ങിയതാ. ചുമ്മാതെ? സിദ്ധു ഇല്ലേ? സിദ്ധു ഉണ്ട്. അങ്ങനെ വരട്ടെ, അല്ലെങ്കിൽ പിള്ള ചെങ്കള്ളം പറയുന്നതായിരിക്കും. അളിയാ, സിദ്ധു അളിയോ, ഇതാര് വന്നേക്കണേ നോക്കളേനെ കാണാൻ. ഓടിങ് ബാ. ടീച്ചറാ? എന്താ ടീച്ചറെ? സിദ്ധു ആ കവർ ഞാൻ എല്ലാ ഫ്രണ്ട്സിനും അയച്ചിട്ടുണ്ട്. എന്താ പറ? ലെച്ചൂസേ, ഞാൻ അന്ന് പറഞ്ഞില്ലായിരുന്നു ഒരു ഗെറ്റ് ടുഗദർ ഇവിടെ പ്ലാൻ ചെയ്യുന്നുണ്ടെന്ന്. അതിന്റെ ഇൻവിറ്റേഷൻ അയക്കുന്ന കവറിനെ കുറിച്ച് ചർച്ച ചെയ്യാൻ വേണ്ടി വന്നതാ അല്ലേ? എല്ലാ ഫ്രണ്ട്സും വരുന്നുണ്ടോ? എല്ലാ ഫ്രണ്ട്സും വരുന്നുണ്ട്. ടീച്ചറെ ഗുഡ് മോർണിംഗ്. ഈ സമയത്തോ? അയ്യോ, ഗുഡ് ആഫ്റ്റർനൂൺ. ഗുഡ് ആഫ്റ്റർനൂൺ. ടീച്ചറെ ഞാൻ കുടിക്കാൻ എന്തെങ്കിലും എടുക്കാം. ശരി. അളിയാ, ഒന്നുകൊണ്ടും പേടിക്കണ്ട. കേശുവിന്റെ അടുത്ത് എല്ലാ കാര്യവും പറഞ്ഞു. നോ വറീസ്. പറഞ്ഞ നമ്മള് ചങ്കും കരുന്നല്ലോ. ലച്ചൂസും നമ്മുടെ ചങ്കല്ലേ? എന്നാ ഞാൻ പോയി പറയട്ടെ, ചങ്കിടിച്ച് കാട്ടും. വേണ്ട, നിങ്ങൾ പരിപാടി നടക്കട്ടെ, ഞാൻ പോയിട്ട് അനാർക്കലി, ചെറിയൊരു പ്രശ്നമുണ്ട്. ഒരു പ്രത്യേക സാഹചര്യത്തിലേ ആ കവറ് ലച്ചൂസിന്റെ കയ്യിലായി പോയി. അയ്യോ, അപ്പൊ ഇതിന് കിട്ടാൻ ചാൻസ് ഇല്ലേ? ഒരു പ്രത്യേക സാഹചര്യത്തിൽ അതിന് കിട്ടാൻ ചാൻസ് ഇല്ല. പക്ഷേ ടീച്ചർ പേടിക്കണ്ട, നോ വറീസ്. അളിയൻ പുതിയത് വാങ്ങി തരും. ഇല്ല അളിയ? ഏയ്, അതിന്റെ ആവശ്യമൊന്നുമില്ല. ലച്ചുവിന്റെ അടുത്ത് പറഞ്ഞാ പോരെ, ലച്ചു തരില്ലേ അത്? ഒരു പ്രത്യേക സാഹചര്യത്തിൽ പറയാൻ പറ്റാത്ത അവസ്ഥയെ പോയി. അപ്പൊ നമ്മള് ഈവന്റ് മാനേജ്മെന്റ് ടീമിനെ ഏൽപ്പിക്കുന്നു. അല്ലെങ്കിൽ അത് വേണ്ട, അത് ഞാൻ ചെയ്തോളാം. എന്തോന്ന്? ഗെറ്റ് ടുഗദർ പ്ലാൻ ചെയ്യുന്ന കാര്യമേ. എന്റെ പൊന്ന് ടീച്ചറെ, ഈ പരിപാടിക്ക് അടിപൊളിയായിട്ട് കോർഡിനേറ്റ് ചെയ്ത പിള്ളേരെ എനിക്കറിയാം. ഞാൻ വേണമെങ്കിൽ കോണ്ടാക്ട് ചെയ്യാം. എന്തിനാണ് ഇവനെ കേൾപ്പിക്കണത്? അതിനോട് ഞാൻ യോജിക്കുന്നു. ഈ മണ്ടനെ കൊടുക്കണ്ട. ടീച്ചർ എന്നാ ജ്യൂസ് കുടി. ഓ താങ്ക്സ് കേട്ടോ. കഴിഞ്ഞ തവണ വന്നപ്പോ കുടിക്കാൻ പറ്റിയില്ലല്ലോ. കുഴപ്പമില്ല. എന്തായിരുന്നു പരിപാടി? എന്ന് എന്റെ 2-3 ഫ്രണ്ട്സിനെ കാണാനുണ്ടായിരുന്നേ. അപ്പൊ അങ്ങനെ ഇറങ്ങിയപ്പോ ആ വഴിക്ക് ഇങ്ങോട്ട് പോകുന്നതാ. ഞാനും എന്റെ ഫ്രണ്ട്സിനെ കണ്ട് കൊറേ നാളായി. കാണാൻ പോണം. അതെ, ഇടയ്ക്കിടെ കാണാൻ പോണം ചേച്ചി. എന്താടാ പോണം, നല്ല കാര്യം. എന്നാ ശരി, എന്നാ ഞാൻ ഇറങ്ങാൻ നോക്കട്ടെ. ഇത്ര പെട്ടെന്നാ? ഇനിയിപ്പോ വന്നിട്ട് പ്രത്യേകിച്ച് കാര്യമില്ലല്ലോ. സിദ്ധു, ഞാൻ പോട്ടെ. ടീച്ചറെ ഒരു മിനിറ്റ് ഒന്ന് വെയിറ്റ് ചെയ്യണം, ഇപ്പൊ വരാം. എന്ത് പറ്റി ലച്ചു? ഒരു മിനിറ്റ്. എല്ലാം പൊതിഞ്ഞു കൊടുത്തിടാനായിരിക്കും. കൊഴപ്പൊന്നും ഇല്ലല്ലോ. ഇത് ടീച്ചറിന്റെ കവറല്ലേ? അതെ, ഇത് എന്റെ കവറാന്ന് എങ്ങനെ മനസ്സിലായി? സിദ്ധു പറഞ്ഞായിരുന്നു. അല്ല, ഇത് കിട്ടാൻ ചാൻസ് ഇല്ല എന്ന് പറഞ്ഞിട്ട്. നീ അങ്ങനെ പറഞ്ഞ? എനിക്ക് തോന്നണേ കുറച്ചു മുന്നേ ഞാൻ ഇവരൊന്ന് വരട്ടിയായിരുന്നു. ചിലപ്പോ പേടിച്ചിട്ട് പറഞ്ഞായിരിക്കും. ഇന്ന് രാവിലെ സിദ്ധു എന്നെ കണ്ടപ്പോ ലിഫ്റ്റ് തന്നായിരുന്നേ. അപ്പോ ഈ കവറ് സിദ്ധുവിന്റെ കയ്യിലായിപ്പോയി പറഞ്ഞായിരുന്നു. എന്തായാലും താങ്ക്സ് ഉണ്ട്. ഞാൻ ഇറങ്ങാൻ നോക്കട്ടെ. എന്നാ പാറു? അവളും അമ്മൂമ്മയും കനാരിയുടെ കടയിൽ പോയി. ഓ, എന്നാ പിന്നെ അടുത്ത പ്രാവശ്യം കാണാം. ശരി കേട്ടോ, ബൈ ബൈ. ടീച്ചറിനെ ഗേറ്റ് വരെ ഞാൻ കൊണ്ടുവിടാം. സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ രാവിലെ വണ്ടിയും കൊണ്ട് പോകുന്ന വഴിക്ക് ടീച്ചറിനെ കണ്ടു. ടീച്ചറിന് ലിഫ്റ്റ് കൊടുത്തു. ടീച്ചറിന്റെ കയ്യിലുണ്ടായിരുന്ന കവർ നിന്റെ കയ്യിലായിപ്പോയി. അതല്ലേ? അല്ല, ഞാൻ ഡൗട്ട് ചോദിച്ചോട്ടെ.
ടീച്ചറിന്റെ ആണ് ഈ കവർന്ന് ടീച്ചർ പറയുന്നതിന് മുന്നേ നിനക്ക് എങ്ങനെ മനസ്സിലായി? ഞാനേ നിന്റെ ഭാര്യ മനസ്സിലാവും. പിന്നെ നീ വിചാരിക്കുന്ന പോലെ ഞാൻ അത്ര വലിയ പ്രശ്നക്കാരിയൊന്നുമല്ല. കാര്യങ്ങളൊക്കെ പറഞ്ഞ മനസ്സിലാവും. പക്ഷെ നീ പറയണം. ലച്ചു സാർ